സ്വന്തം ഭാഗം 42. ഇടയ്ക്ക് ഞങ്ങൾ ചെന്നാൽ മാത്രമാണ് അവരുടെ ജീവിതത്തിൽ പുതിയൊരു ഉണർവുണ്ടാവുള്ളൂ. പ്ലീസ്, ഇങ്ങനൊരു വെക്കേഷൻ വരുമ്പോഴാണ് ശരണ്യയെ കൂടെ നിർത്താൻ കിട്ടുന്നത്. എന്നെ പിന്നെ കാണാൻ പോലും കിട്ടുന്നില്ല എന്നുള്ള പരാതിയാണ് മുത്തശ്ശിക്ക്. മുത്തശ്ശന് ഞാൻ ഇടയ്ക്ക് കാണാറുണ്ടെങ്കിലും മുത്തശ്ശിയെ ഒട്ടും തന്നെ കാണാറില്ല. ആ ഒരു ദേഷ്യവും വാശിയുമാണ് മുത്തശ്ശി കാണിക്കുന്നത്. പ്ലീസ് എടോ, ഒന്ന് ചെല്ല്, എനിക്ക് വേണ്ടി. ശ്രീദേവ് പറഞ്ഞതും ദക്ഷയ്ക്ക് മറത്തൊന്നും പറയാനുണ്ടായിരുന്നില്ല. ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ. ശരി, എന്താണെങ്കിലും എന്നെ വിളിച്ച് പറയണം എന്ന് പറഞ്ഞ് ശ്രീദേവ് ഫോൺ കട്ട് ചെയ്തു. ശ്രീദേവ് ഫോൺ കട്ട് ചെയ്ത് ദക്ഷ തിരിഞ്ഞതും ഗേറ്റിനടുത്ത് ഒരു കാർ വന്ന് നിൽക്കുന്നത് കണ്ടു. കാറിൽ നിന്നും ഡ്രൈവർ ഇറങ്ങുന്നതും ഗേറ്റ് തുറക്കുന്നതും അതിനുശേഷം പിന്നെ കാറെടുത്ത് അകത്തേക്ക് കയറി വന്ന് നിൽക്കുന്നതും അവൾ കണ്ടു. ഗാർഡനിൽ നിന്നും ദക്ഷ പതിയെ വീടിന്റെ മുറ്റത്തേക്ക് വന്നു നിന്നു. കാറിൽ നിന്നും ഇറങ്ങുന്ന ഒരു പ്രായമുള്ള ആളെ കണ്ടതും അവൾ അവരെ തന്നെ നോക്കി നിന്നു. അവരും ദക്ഷയെ നോക്കി നിൽക്കുകയായിരുന്നു. അവർ ദക്ഷയെ കണ്ടതും ചിരിച്ചു. ദക്ഷയും ചിരിച്ചു. ദക്ഷ നോക്കി കാണുകയായിരുന്നു അവരെ. സാരിയാണ് വേഷം. കാണുമ്പോൾ തന്നെ വളരെ ഒരു പ്രൗഢിയും ആഢ്യത്വവും ഉണ്ട്. കഴുത്തിൽ വലിയൊരു സ്വർണ്ണമാലയും കൂടാതെ മറ്റൊരു ചെറിയ മാലയും കിടക്കുന്നുണ്ട്. കയ്യിലെ സ്വർണത്തിന്റെ സിമ്പിളായിട്ടുള്ള വളകൾ ഒരു കൈ നിറയെ ഉണ്ട്. ഒരു കൈയിൽ അഷ്ടലക്ഷ്മി വളകൾ 2 കിടക്കുന്നു. നെറ്റിയിൽ കുങ്കുമം കൊണ്ട് തന്നെ പൊട്ട് തൊട്ടിരിക്കുന്നു. സീമന്തരേഖയിലും നീട്ടി സിന്ദൂരം ചാർത്തിയിട്ടുണ്ട്. അതാണ് അവരുടെ ആ മുഖത്തിന് ഭംഗി എന്ന് അവൾക്ക് തോന്നി. പെട്ടെന്നാണ് ശരണ്യ ദക്ഷയെ അന്വേഷിച്ച് പുറത്തേക്ക് വന്നത്. മുറ്റത്ത് വന്നു നിൽക്കുന്ന ആളെ കണ്ടതും അവൾ മുത്തശ്ശി എന്ന് വിളിച്ചുകൊണ്ട് ഓടിച്ചെന്നു. എന്നാൽ ഗൗരവത്തിൽ അവളെ നോക്കി കാറിൽ ചാരി തന്നെ നിൽക്കുകയാണ് അവർ ചെയ്തത്. അടുത്തെത്തി ശരണ്യെ കെട്ടിപ്പിടിക്കാൻ ചെന്നതും കൈകൊണ്ട് തടഞ്ഞു. എന്നോട് പിണക്കാണ് മുത്തശ്ശി, അവൾ അവരുടെ അടുത്ത് നിന്ന് ചോദിച്ചു. എന്നിട്ടും മിണ്ടുന്നില്ല എന്ന് കണ്ടതും ദക്ഷ അവരെ രണ്ടുപേരെയും നോക്കി. പിന്നെ മുത്തശ്ശിയുടെയും ശരണ്യയുടെയും അടുത്തേക്ക് ചെന്നു. എന്താ മോളുടെ പേര്? അവർ ചോദിച്ചു. ദക്ഷിണ, അവൾ പേര് പറഞ്ഞു. ദയയുടെ സഹോദരി അല്ലേ? ചിരിച്ചുകൊണ്ടാണ് ചോദിച്ചത്. അവൾ അതെ എന്ന് പറഞ്ഞു. ഞാൻ ശ്രീദേവിന്റെ മുത്തശ്ശിയാണ്. അവ പറഞ്ഞുകൊണ്ട് ശരണ്യെ ഒന്ന് നോക്കി. അപ്പോ എന്റെ മുത്തശ്ശിയല്ലേ? അവൾ ചോദിച്ചു. ആണോ? ഞാൻ നിന്റെ മുത്തശ്ശിയാണോ? കേരളത്തിൽ എപ്പോ വന്നു കഴിഞ്ഞാലും അവിടേക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ കൂടി എന്റെ ശ്രീ എന്നെ വിളിക്കും. അവന്റെ തിരക്കറിയാവുന്നത് കൊണ്ട് വരണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കാറില്ല. പക്ഷേ നീയോ? നീ കേരളത്തിൽ വന്നിട്ട് എത്ര ദിവസമായി? എന്നിട്ട് നീ ഞാൻ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ് ഒന്ന് വിളിച്ചോ? നിന്നെ കാണാൻ വേണ്ടി പ്രായമുള്ള ഞാൻ ഇവിടെ വന്നു. അപ്പോ നീ പറ, നീ എൻ്റെ ആരാണ്? ഗൗരവത്തിൽ അവർ ചോദിച്ചതും ശരണ്യ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടതും ദക്ഷ ശരണ്യയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. അത് പിന്നെ മുത്തശ്ശി, ഇവിടെ എൻ്റെ കൂട്ടുകാർ കുറച്ച് പേരുണ്ടായിരുന്നു. അവരിന്നാ പോയത്. എല്ലാവരും കൂടി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഓരോ യാത്രയിലായിരുന്നു. അതുകൊണ്ടായിരിക്കും അവൾ വിളിക്കാതിരുന്നത്, ദക്ഷ പറഞ്ഞു. മുത്തശ്ശി ദക്ഷയൊന്ന് നോക്കി. ശരണ്യെ ചേർത്ത് നിർത്തി പറയുന്ന ആ പെൺകുട്ടിയെ അവർ ചെറിയൊരു പുഞ്ചിരിയോടെയാണ് നോക്കിയത്. ഇവിടെ നിൽക്കാതെ അകത്തേക്ക് വാ മുത്തശ്ശി എന്ന് പറഞ്ഞ് ദക്ഷ അവരെ അകത്തേക്ക് സ്വീകരിച്ചു. ദക്ഷയുടെയും ശരണ്യയുടെയും കൂടെ കയറി വരുന്ന പ്രായമുള്ള ആ സ്ത്രീയെ കണ്ടതും ദക്ഷയുടെ അച്ഛനും അമ്മയും സോഫയിൽ നിന്നും എഴുന്നേറ്റു. കൂടെ മുത്തശ്ശിയും. ഞാൻ ശ്രീദേവിന്റെ മുത്തശ്ശിയാണ്. അവർ അകത്തേക്ക് കയറിയതും പറഞ്ഞു. അറിയാം, ഇരിക്ക്, ദക്ഷയുടെ അച്ഛൻ പറഞ്ഞു. അവർ ഇരുന്നു കൊണ്ട് ആ വീടിനകം മുഴുവനും നോക്കുകയായിരുന്നു. ശ്രീദേവ് ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നോ? അവർ ചോദിച്ചു. പറഞ്ഞിരുന്നു. ശരണ്യമോളെ കൂട്ടിക്കൊണ്ടുപോകാൻ മുത്തശ്ശി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടെ ഇവരെയും. അവിടെ ശരണ്യമോള് ഒറ്റയ്ക്കാകും, അതുകൊണ്ടാണ് മോൾക്ക് അങ്ങോട്ട് വരാൻ മടിയെന്നും പറഞ്ഞിരുന്നു. ദക്ഷയുടെ അച്ഛൻ പറഞ്ഞതും അവർ ശരണ്യയെ നോക്കി. അപ്പോഴും മുഖം വീർപ്പിച്ച് നിൽക്കുകയാണ്. കരച്ചിലൊന്നുമില്ല പെണ്ണിന്. വാശി കാണിച്ച് മുഖം വീർപ്പിച്ച് നിൽക്കുന്ന അവളെ കണ്ടതും ചിരി വരുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ചിരി ഒളിപ്പിച്ചുകൊണ്ടാണ് മുത്തശ്ശി അവളെ നോക്കിയത്. എന്നെയും ശ്രീദേവ് വിളിച്ചു. എന്നാ കുട്ടികൾ റെഡിയാണെങ്കിൽ പോകായിരുന്നു. അറിയാലോ, ഇവിടെ നിന്നും കുറച്ച് ദൂരമുണ്ട്. രാത്രി അവിടെ എത്തുന്നത് ശരിയല്ല. അതും ഈ കുട്ടികൾ ആദ്യമായിട്ട് വരുന്നതല്ലേ. അതുകൊണ്ട് രാത്രി വീട്ടിലേക്ക് കയറുന്നത് ശുഭകരമല്ല, മുത്തശ്ശി പറഞ്ഞു.
അയ്യോ, വന്നിട്ട് പെട്ടെന്ന് തന്നെ പോവാനോ? ഞാൻ കുടിക്കാനെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദക്ഷയുടെ അമ്മ അകത്തേക്ക് പോയി. ദക്ഷ, ശ്രീകുട്ടി, നിങ്ങൾ വേഗം ചെന്ന് റെഡിയാവും. ശ്രീദേവ് ഇപ്പോൾ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ, കുട്ടികളൊന്നും പാക്ക് ചെയ്തിട്ടുണ്ടാവില്ല, അത്രയും സമയം എടുക്കും, ദക്ഷയുടെ അച്ഛൻ പറഞ്ഞു. ആയിക്കോട്ടെ, അതുവരെ ഞാൻ കാത്തിരിക്കാം. അതെ, നീ എന്ത് നോക്കി നിൽക്കുക? നിനക്കൊന്നും എടുത്തു വയ്ക്കാനില്ലേ? പെട്ടെന്ന് മുത്തശ്ശി ശരണ്യയോട് ചോദിച്ചതും, ഓ, എനിക്കുള്ളതെല്ലാം അവിടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുവരുന്നത്? അവൾ ദേഷ്യത്തോടെ ചോദിച്ചതും, ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും ദക്ഷയുടെ അച്ഛനോട് സംസാരിക്കാൻ തുടങ്ങി. ദക്ഷയുടെ അച്ഛനോട് വിശേഷങ്ങളെല്ലാം ചോദിക്കുകയായിരുന്നു. കൂടെ ദക്ഷയുടെ അച്ഛനും തിരിച്ച് വിശേഷങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. എന്നാൽ മുകൾ നിലയിലേക്ക് ചെന്ന ദക്ഷയും ശ്രീകുട്ടിയും ഇതിപ്പോ പെട്ടെന്നുള്ളൊരു യാത്രയായതുകൊണ്ട് എന്തെടുത്തു വെക്കണം എന്നുള്ള കൺഫ്യൂഷനിലായല്ലോ. ശ്രീകുട്ടി പറഞ്ഞു, അതെ, നിനക്ക് ഇടാനുള്ള ഡ്രസ്സുകൾ എടുത്തു വെക്കുക, വേറെ മല മറിക്കുന്ന കാര്യമൊന്നും നീ ചിന്തിക്കണ്ട, ദക്ഷ പറഞ്ഞു. നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? ഞാൻ നിന്നെ നിർബന്ധിച്ച് കൊണ്ടുപോകുന്നത് പോലെയുണ്ടല്ലോ. ആരും നിർബന്ധിച്ച് കൊണ്ടുപോകുന്നതല്ല. ഇതിപ്പോ ഒരു പരിചയമില്ലാത്തടത്തേക്ക് എങ്ങനെയാ ചെല്ലുന്നതെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അവൾമാർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എടാ ദക്ഷ, അവര് 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് വരില്ലേ? ആര് പറഞ്ഞു? നീ പുറത്തുപോയി സംസാരിക്കാൻ പോയപ്പോൾ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു അവരങ്ങോട്ട് വരാന്ന്. ശ്രീകുട്ടി ചെറിയ ഒരു കള്ളച്ചിരിയോടെ പറയുന്നത് കേട്ടതും ദക്ഷ അവളെ കൂർപ്പിച്ചു നോക്കി. അപ്പോഴേക്കും എത്തിക്കേണ്ടടുത്ത് എത്തിച്ചു അല്ലേ? പിന്നെ ഞാൻ എൻ്റെ കടമ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നീ ഒരു കാര്യം അറിയോ? എന്ത്? വളരെ സ്വകാര്യമായി പറയുന്നത് കേട്ടതും, അല്ല, ഞാനിതിന് സ്വകാര്യം പറയുന്നത്? ഇവിടെ നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ. അവൾ സ്വയം പറഞ്ഞുകൊണ്ട്, ഈ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ, ദക്ഷ ചോദിച്ചു. നീ അങ്ങോട്ട് പുറത്തേക്ക് പോയപ്പോഴേ എനിക്ക് ശരണ്യ അവരുടെ തറവാടും മറ്റും ഫോണിൽ കാണിച്ചു തന്നു. അടിപൊളിയായിട്ടുണ്ട്, നമുക്ക് കുറച്ച് കലക്ക കലക്കാം. എന്ത്? നീ എന്ത് കലക്കാൻ അങ്ങോട്ട് പോകുന്നത്? അല്ല, അവിടെ ചെന്ന് അടിച്ചു പൊളിക്കാന്ന് പറയായിരുന്നു. എൻ്റെ ശ്രീകുട്ടി, അടുത്ത ആഴ്ച വിഷുവാണ്, നമ്മൾ ഇവിടെ കൂടാന്നല്ലേ പറഞ്ഞത്? ആ, അത് ഞാൻ പറഞ്ഞു. അപ്പൊ അച്ഛനും അമ്മയൊക്കെ പറയാ, മുത്തശ്ശിയും പറയാ അവരങ്ങോട്ട് വരാന്ന്. എങ്ങോട്ട്? ശ്രീദേവ് സാറിന്റെ വീട്ടിലേക്ക്. ശ്രീദേവ് സാറ് അവരെ പ്രത്യേകം ക്ഷണിച്ചു. പിന്നെ വേറൊരു കാര്യം കൂടി നടന്നു അതിൻ്റെ ഇടയ്ക്ക്. എന്ത്? ശ്രീദേവ് സാറിന്റെ മുത്തശ്ശൻ വിളിച്ചിട്ടുണ്ടായിരുന്നു നീ പുറത്ത് സംസാരിച്ചോണ്ടിരുന്നപ്പോ. ആര്? ശക്തിദേവ് സാറോ? ആരാണെന്ന് എനിക്കറിയില്ല. അല്ല, ഈ ശക്തിദേവ് ആരാ? ഓ ഇടി, ശ്രീദേവ് സാറിന്റെ മുത്തശ്ശനാണ്, ദക്ഷ പറഞ്ഞു. എന്റെ ദൈവമേ, എന്നെ കിടലം പേരാ ശക്തിദേവ്. എങ്ങനെയാണോ ആ കാളെ കാണാൻ? എന്തായാലും മുത്തശ്ശിയെ കൊള്ളാല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പൊ മുത്തച്ഛനും സൂപ്പറായിരിക്കും. ശ്രീകുട്ടി പറഞ്ഞതും ദക്ഷ 2 കൈയും എളിയിൽ വെച്ചുകൊണ്ട് അവളെ നോക്കി. നിന്റെ ഉദ്ദേശം എന്താ ശ്രീകുട്ടി? അത് പിന്നെ വെറുതെ ചുമ്മാ ഒന്ന് പോയി കാണാലോ. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഓരോ നാട് കാണുന്നത്. പിന്നെ നിന്റെ യൂട്യൂബിനും കൂടി ഉപകാരമുള്ളതാണ്. എന്ത്? ഇനി ആ നാട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഓ, അപ്പോ എനിക്ക് ലാഭം ഉണ്ടാക്കി തരാൻ നോക്കുന്നതാണോ? അങ്ങനെയൊന്നുമില്ല, ചുമ്മാ ഒരു രസം. ശ്രീദേവ് സാറിന്റെ തറവാട്ടിലൊക്കെ പോയിന്ന് ഗമയ്ക്ക് പറയാലോ, ശ്രീകുട്ടി പറഞ്ഞു. ഓ, നീയേ ഗമയ്ക്ക് ഒട്ടും കുറയ്ക്കണ്ട, അവിടെ തന്നെ നിന്നോ. അപ്പോൾ നീ ശ്രീദേവ് സാറിന്റെ വീട്ടിൽ താമസിക്കാന്ന് ഞാൻ പറഞ്ഞോളാം. നീ ആദ്യം നിന്റെ അച്ഛനെയും അമ്മയും വിളിച്ച് അനുവാദം ചോദിക്ക, ദക്ഷ പറഞ്ഞു. ഓ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ശ്രീകുട്ടി താല്പര്യമില്ലാത്തത് പോലെ പറഞ്ഞതും. ശ്രീകുട്ടി, ഞാൻ പറയുന്ന കേക്ക്, നീ വിളിച്ച് സംസാരിക്കാൻ. നമ്മൾ ഒരു യാത്ര പോവാൻ പറഞ്ഞാൽ മതി, പോരെ? ദക്ഷ പറഞ്ഞതും ആ, ആലോചിക്കാം എന്ന് പറഞ്ഞ് അവൾ ഫോൺ എടുത്ത് ബാൽക്കണിയിലേക്ക് പോയി. ദക്ഷ അപ്പോഴും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ട് ശരണ്യ വന്നത്. ചേച്ചി, എല്ലാം എടുത്തു വെച്ചോ? അവൾ ചോദിച്ചതും ദക്ഷ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. എൻ്റെ ശരണ്യ, നിനക്ക് അങ്ങോട്ട് പോയാൽ പോരായിരുന്നോ? ഇതിപ്പോ ഞങ്ങൾ എങ്ങനെയാ? ആരെയും പരിചയമില്ലാത്തൊരു സ്ഥലത്ത് വന്ന് എനിക്ക് ആലോചിച്ചിട്ട് ശരിയാണെന്ന് തോന്നുന്നില്ല, ദക്ഷ പറഞ്ഞു. എൻ്റെ ചേച്ചി ഇങ്ങനെയൊക്കെയല്ലേ ഓരോരുത്തരെ പരിചയപ്പെടുന്നത്. എനിക്ക് ചേച്ചിനെയും ഈ ശ്രീകുട്ടി ചേച്ചിയെയും ഭാനു ചേച്ചിയെയും മാത്രമല്ലേ പരിചയം ഉണ്ടായിരുന്നുള്ളൂ. ആ, പിന്നെ സാരംഗി ചേച്ചിയെയും ശ്രാവണി ചേച്ചിയൊക്കെ. ഇവിടെ എനിക്ക് ആരും അറിയില്ലായിരുന്നല്ലോ. എന്നിട്ടിപ്പോ ഞാൻ ഈ വീട്ടിലെ അംഗമായില്ലേ. ചേച്ചിക്കൊരു അനിയനുണ്ടായിരുന്നെങ്കിൽ ഞാൻ കല്യാണം കഴിച്ച് ഇവിടെ തന്നെ കൂടിയേനെ.
എനിക്ക് ആ പാലസിലേക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ല. ആകെ പ്രാന്തെടുക്കും അവിടെ പോയാൽ. ഇവിടെ എന്ത് രസാ. ചേച്ചിയുടെ അച്ഛനെയും അമ്മയെയും എനിക്ക് എന്ത് ഇഷ്ടമായെന്നറിയോ? ശരണ്യ പറഞ്ഞത് കേട്ടതും ദക്ഷ അവളുടെ തലക്കിട്ടൊന്ന് കുട്ടി. എന്തായാലും പോണം അല്ലേ? ദക്ഷ ചോദിച്ചു. പിന്നെ പോണം. എന്നാ വേഗം റെഡി ആയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ശരണ്യ അവളുടെ ബാഗ് എടുക്കാൻ പോയി. അവളുടെ ബാഗ് എടുത്ത് അവൾ കബോർഡിൽ വെക്കുന്നത് കണ്ടതും, നീ എന്താ ബാഗ് എടുത്ത് കബോർഡിൽ വെക്കുന്നത്? അത് കൊണ്ടുപോകാനുള്ളതല്ലേ? ദക്ഷ ചോദിച്ചു. എന്തിന്? അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാലേ മോഡേൺ വസ്ത്രങ്ങളൊന്നും ധരിപ്പിക്കില്ല മുത്തശ്ശി. അവിടെ എനിക്കുള്ള ഡ്രസ്സുകളൊക്കെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് കൈവീശി പോയാൽ മതി. പിന്നെ എൻ്റെ ആ ചെറിയ ബാഗ് എടുത്താൽ മതി. അതിലുള്ള മേക്കപ്പ് പ്രൊഡക്ട്സ് ഒന്നും കാര്യമൊന്നുമില്ല അവിടെ ചെന്ന്. എന്തായാലും ചുമ്മാ ഒരു ആശ്വാസം അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഇത്തിരി ലിപ്സ്റ്റിക് എങ്കിലും അടിക്കാലോ എന്ന് ശരണ്യ പറഞ്ഞതും, അപ്പോൾ ഞങ്ങളോ? എൻ്റെ ചേച്ചി, മോഡേൺ വസ്ത്രങ്ങളൊന്നും ഇടുന്നതുകൊണ്ട് മുത്തശ്ശിക്ക് ഒരു കുഴപ്പമില്ല. മുത്തശ്ശി ഹൈദരാബാദായിരുന്നു കുറേ നാള്. അതുകൊണ്ട് ആ ഡ്രസ്സുകളോടൊന്നും ഇഷ്ടക്കുറവുണ്ടായിട്ടല്ല പറയുന്നത്. ഞങ്ങളുടെ തറവാട് ഇരിക്കുന്നത് തനി നാട്ടുമ്പുറം എന്നൊക്കെ പറയില്ലേ, നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടില്ലേ? നെൽപ്പാടങ്ങൾ, ആ പാടങ്ങളുടെ നടുവിലൂടെ കയറിപ്പോകുന്ന വഴി, അതിനു മുന്നിൽ വലിയൊരു ബംഗ്ലാവ്, അതുപോലെയൊക്കെ ഒരു വീടാണ് ഞങ്ങളുടെ തറവാട്. അപ്പോൾ അവിടെ ഒരുപാട് ജോലിക്കാരൊക്കെ ഉണ്ടേ. അവരിങ്ങനെ മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് ചെല്ലുമ്പോൾ, അതായത് നമ്മൾ സ്ലീവ്ലെസ് ഡ്രസ്സ് ജീൻസൊക്കെ ഇട്ടുകൊണ്ട് ചെല്ലുമ്പോൾ നമ്മളെ എന്തോ ബുദ്ധിജീവികളെ പോലെ ഇങ്ങനെ നോക്കി നിൽക്കും. അതുകൊണ്ടാണ് മുത്തശ്ശി നാടൻ വസ്ത്രങ്ങളാണ് അവിടെ ചെല്ലുമ്പോൾ ധരിച്ചാൽ മതിയെന്ന് കൂടുതലും പറയുന്നത്. ശരണ്യ പറഞ്ഞതും, പെട്ടുപോകും എന്ന എല്ലാവരും ദക്ഷ പറയുമ്പോഴാണ് ബാൽക്കണിയിൽ നിന്നും, അവർക്കെന്താ കുഴപ്പം, അവർക്ക് എവിടെ നടക്കാലോ, ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴാണ് എത്ര വിഷമം എന്നെല്ലാം പറഞ്ഞ് ശ്രീകുട്ടി വരുന്നത് കണ്ടതും, എന്താ ശ്രീകുട്ടി? ദക്ഷ ചോദിച്ചു. ഞാനേ ഒരു യാത്ര പോവാണെന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിക്കുക, എവിടേക്കാണ് പോകുന്നത്, എന്തിനാ പോകുന്നത്, ആരൊക്കെയുണ്ട്, എങ്ങനെയൊക്കെയുണ്ടെന്ന്. എൻ്റെ അച്ഛൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ടോ? എൻ്റെ അമ്മ എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ടോ? എന്നിട്ട് 100 കൂട്ടം ചോദ്യങ്ങളാണ് എന്നോട് ചോദിക്കുന്നത്. ഇതാ ഞാൻ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞത്. നീ കാരണം ഞാൻ വിളിച്ചത്. ഇതിനുള്ള മറുപടി നീ കൊടുത്തോ. നിന്നെ വിളിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രീകുട്ടി പറഞ്ഞതും, എന്നെ വിളിക്കാനോ? ദക്ഷ ചോദിച്ചു. അത് തന്നെ. ഞാൻ പറഞ്ഞു എവിടേക്കാണ് പോകണമെന്ന് എനിക്കറിയില്ല, ദക്ഷയുടെ കൂടെയാണ് പോകുന്നത്, എന്തുണ്ടെങ്കിലും ദക്ഷയെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ ഫോൺ ഓഫ് ആയിരിക്കും എന്നും പറഞ്ഞു എന്ന് പറഞ്ഞ് ശ്രീകുട്ടി ഫോൺ ഓഫ് ചെയ്ത് കാണിച്ചു കൊടുത്തു. ഈശ്വര, എല്ലാം എൻ്റെ തലയിലേക്കാണല്ലോ. ദേ, ഇതൊരെണ്ണം എൻ്റെ തലയിലേക്ക് വന്നു, അവളുടെ ഒപ്പം നാട്ടിൽ പോവാൻ. ദേ, ഒരെണ്ണം അച്ഛൻ്റെ അമ്മയുടെത്തേക്കും സമാധാനം പറയാൻ, അതും എൻ്റെ തലയിലേക്ക്. ഇനി 3 കൂടിയുണ്ട്. എന്താവോ എന്തോ. പൊന്നുമോള് ഫോൺ ഓഫ് ആവുന്നതിന് മുമ്പേ ബാക്കി 3 ഇപ്പോൾ വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ അറിയിച്ചില്ലേ? ഒരു കാര്യം കൂടി പറഞ്ഞേക്ക്. ശരണ്യ ഇപ്പോൾ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്ത് കാര്യം? ശ്രീകുട്ടി ശരണ്യയും ദക്ഷയും നോക്കിക്കൊണ്ട് ചോദിച്ചു. ഈ പറയുന്ന സ്ഥലത്ത് മോഡേൺ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല എന്ന്. അതായത് നാട്ടുമ്പുറത്ത് ധരിക്കുന്ന വേഷങ്ങൾ വേണം ധരിക്കാനെന്ന്. എന്തോച്ചാ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രീകുട്ടി ശരണ്യയെ നോക്കി. എന്നോച്ചാ പട്ടുപാവാട, ദാവണി, സാരി, സെറ്റുമുണ്ട്, ചുരിദാറ്. ഓ, ചുരിദാർ ഇടാലോ, അപ്പോൾ കുഴപ്പമില്ല. ദക്ഷ, ചുരിദാർ ഇടാം, കുഴപ്പമൊന്നുമില്ല. അപ്പം നീ ചുരിദാറൊക്കെ എടുത്തു വെച്ചോ, ഞാൻ എടുത്തു വയ്ക്കാം. കുർത്ത കുഴപ്പമില്ലല്ലോ, അതിൻ്റെ അടിയിൽ ജീൻസ് ഇടാം, അപ്പോൾ കുഴപ്പമുണ്ടോ? എൻ്റെ ചേച്ചി, അതൊന്നും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ എടുത്തു വയ്ക്കേ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെ എടുക്കാമല്ലോ. നിങ്ങളുടെ ഷോപ്പോ? പിന്നെ ഞങ്ങൾക്ക് അവിടെ ടെക്സ്റ്റൈൽസ് ഒക്കെ ഉണ്ട്. എവിടെ? ആ പറഞ്ഞ പട്ടിക്കാട്ടിലല്ലേ? ചെറിയൊരു തുണിക്കടയായിരിക്കും അല്ലേ? അതൊക്കെ അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. ഒരു ആക്കി ചിരിയോടെ ശരണ്യ പറഞ്ഞു. പിന്നീട് എല്ലാവരും വേഗം തന്നെ ഡ്രസ്സുകളെല്ലാം എടുത്തു വെക്കാൻ തുടങ്ങി. ദക്ഷ കുറച്ച് സെറ്റ് സാരിയും സെറ്റ് മുണ്ടും ദാവണി, പട്ടുപാവാട, ചുരിദാർ എല്ലാം എടുത്തു വെച്ചു. ഇത് കുറേയുണ്ടല്ലോ. അവൾ എടുത്തു വെക്കുന്നത് കണ്ടതും ശ്രീകുട്ടി ചോദിച്ചു. ആ വരുന്ന 3 എങ്ങനെ വരുന്നതെന്ന് അറിയില്ലല്ലോ. അവരുടെ കയ്യിലൊന്നും ഇതുപോലെയുള്ള ഡ്രസ്സുകൾ ഉണ്ടാവില്ല. എല്ലാം ജീൻസും ക്രോപ്പ് ടോപ്പൊക്കെ ആയിരിക്കും. അതുകൊണ്ട് മാറിയിടാലോ എന്ന് പറഞ്ഞാണ് അവൾ എടുത്തു വെച്ചത്. എല്ലാം എടുത്തു വെച്ച് അവർ താഴേക്ക് വന്നതും അമ്മയും അച്ഛനും മുത്തശ്ശിയും എല്ലാം ശ്രീദേവിൻ്റെ മുത്തശ്ശിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ, കുട്ടികൾ വന്നല്ലോ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ, ഭക്ഷണം കഴിച്ചിട്ട് പോവാം. എല്ലാം റെഡിയാണ് ഇവിടെ, എല്ലാവരും കൂടി ഒരുമിച്ച് കഴിച്ചിട്ട് പോയാൽ പോരെ? ദക്ഷയുടെ അമ്മ ചോദിച്ചതും ശ്രീദേവിൻ്റെ മുത്തശ്ശി ദക്ഷയെയും അവരെയും നോക്കി. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? മുത്തശ്ശി ചോദിച്ചതും ഇല്ല, കുഴപ്പമില്ല എന്ന് ദക്ഷ പറഞ്ഞു. എടി, എനിക്ക് വിശപ്പ് തുടങ്ങി. പതിയെ അവളുടെ പുറയിൽ നിന്ന് ശ്രീകുട്ടി പറഞ്ഞതും അവളൊന്ന് കനപ്പിച്ചു നോക്കി.
എനിക്ക് ഭക്ഷണം കഴിക്കാൻ സമയമായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവരോട് ചോദിച്ചത്. മക്കൾക്ക് വേണമെങ്കിൽ കഴിച്ചോളൂ, ശ്രീദേവിൻ്റെ മുത്തശ്ശി പറഞ്ഞു. ഇല്ല, കുഴപ്പമില്ല, നമുക്ക് പിന്നെ കഴിക്കാം എന്ന് ശരണ്യ പറഞ്ഞു. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് ശ്രീദേവിൻ്റെ മുത്തശ്ശി എഴുന്നേറ്റു. അപ്പോൾ പറഞ്ഞത് മറക്കണ്ട, ഈ പ്രാവശ്യത്തെ വിഷു ഞങ്ങളുടെ കൂടെ ആവാം. എല്ലാ വിഷുവും നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളുടെ ഒപ്പമല്ല ആഘോഷിക്കുന്നത്, ഈ പ്രാവശ്യം ഞങ്ങളുടെ കൂടെ ആകാം. ഞങ്ങൾക്ക് പറഞ്ഞല്ലോ, പറയാൻ ഒരുപാട് മക്കളൊന്നുമില്ല, ഒരേ ഒരാളേ ഉള്ളൂ, അവള് വരലൊക്കെ കണക്കാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ എല്ലാവരും കൂടി ഈ പ്രാവശ്യത്തെ വിഷു ഞങ്ങളുടെ തറവാട്ടിൽ എന്തു പറയുന്നു എന്ന് പറഞ്ഞ് അവർ അച്ഛനെ നോക്കി. അച്ഛൻ അമ്മയെയും മുത്തശ്ശിയും നോക്കി. അമ്മയും മുത്തശ്ശിയും ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു. അത് കണ്ടതും ദക്ഷയുടെ അച്ഛനും സമ്മതിച്ചു. ദയമോളം ഉണ്ടാകുമോ എന്നറിയില്ല, ഞങ്ങൾ എന്തായാലും ഉണ്ടാകും അല്ലേ എന്ന് അമ്മ പറഞ്ഞതും ആയിക്കോട്ടെ, ഞാൻ വിളിച്ചോളാം ദയമോളെ, എന്നാ ഇറങ്ങാം മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പുറത്തേക്ക് ഇറങ്ങിയതും പിന്നെ പേടിക്കണ്ട കേട്ടോ, എൻ്റെ കൊച്ചുമോളെ പോലെ തന്നെ ഇവരെയും ഞാൻ നോക്കിക്കോളാം. വേറെയും 3 പേരുണ്ടെന്നല്ലേ പറയുന്നത്, അവരോട് വരട്ടെ. ഞങ്ങളുടെ വീട്ടിൽ ഞാനും അദ്ദേഹവും മാത്രമേ ഉള്ളൂ, പിന്നെ കുറേ ജോലിക്കാരുണ്ട്. ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെ കിടക്കുന്ന ആ വീട് ഇവരെ കൊണ്ടെങ്കിലും ഒന്ന് ഉണരട്ടെ. ഈ ഒരു വിഷുവും ഈ ഒരു വെക്കേഷനും ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഓർമ്മയായിരിക്കട്ടെ എന്ന് പറഞ്ഞ് മുത്തശ്ശി എല്ലാവരെയും നോക്കി ചിരിച്ചു. മുത്തശ്ശി ചെന്ന് കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറി. പുറകിലേക്ക് ദക്ഷയും ശരണ്യയും ശ്രീകുട്ടിയും കയറി. ഡ്രൈവർ വന്ന് അവരുടെ ബാഗെല്ലാം ഡിക്കിയിലേക്ക് വെച്ചു. അച്ഛനോടും അമ്മയോടും മുത്തശ്ശിയോടും എല്ലാം യാത്ര പറഞ്ഞ് അവർ അവിടെ നിന്നും ഇറങ്ങി. തൻ്റെ ജീവിതം മാറ്റിമറിക്കാനുള്ള യാത്രയാണ് എന്നറിയാതെ ദക്ഷ ശ്രീകുട്ടിയുടെയും ദക്ഷയുടെയും നടുവിലിരുന്നു. അവളുടെ മനസ്സിൽ അപ്പോൾ ശ്രീദേവായിരുന്നു. അവൾ ഫോൺ എടുത്ത് നോക്കി. ശ്രീദേവിൻ്റെ ഒരു മെസ്സേജ് അവൾ കണ്ടു. അടുത്ത് അവർ രണ്ടുപേരും ഇരിക്കുന്നത് കൊണ്ട് അവൾക്കത് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അതെന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയും അവൾക്കുണ്ടായിരുന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എൻ്റെ സുഖം ഞാൻ പറഞ്ഞില്ലേ, വയ്യാതിരിക്കുകയാണ്, ശബ്ദം റെഡിയായിട്ടില്ല. എങ്ങനെയുണ്ട് ഈ ശബ്ദം എന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.